ലബനാനിൽ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചതോടെ മരണസംഖ്യ 2000 കടന്നു. തലസ്ഥാനമായ ബൈറൂത്തിന് പുറമെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേൽ ജൂതസംഘം ലബനാനിലെ ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. തെക്കൻ ലബനാനിലെ 30 ഗ്രാമങ്ങളാണ് ഒഴിയാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയത്. തെക്കൻ ലബനാനിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ ഐൻ ഇബൽ പ്രദേശത്താണ് നിർദ്ദേശമുള്ളത്. ഇനിയൊരു മുന്നറിയിപ്പ് വരെ ഗ്രാമത്തിലേക്ക് തിരികെ വരരുതെന്നും വേഗത്തിൽ ഒഴിയണമെന്നുമാണ് ഇസ്രായേൽ സൈന്യം നൽകിയ നിർദ്ദേശമെന്ന് ഐൻ ഇബൽ മേയർ ഇമാദ് ലെലൌസ് പറയുന്നു. എന്നാൽ ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടെന്നറിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗക്കാർ ഉൾപ്പെട്ട ജനങ്ങൾ. നിശ്ചിത സമയത്തിനുള്ളിൽ തങ്ങളുടെ വീടുകളും പ്രിയപ്പെട്ടതും സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യാനാണ് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് മരണമാണ്. ഇനിയൊരു പക്ഷേ നാളുകൾക്ക് ശേഷം ഈ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ബാക്കിയാകുന്നത് കോൺക്രീറ്റ് കൂനകൾ മാത്രമാകും. സൈനികർ നടത്തിയ ക്രൂരതയുടെയും തച്ചു തകർക്കലുകളുടെയും കൊള്ളയുടെയും ബാക്കി പത്രങ്ങൾ മാത്രമാകും. ഗസയിലും ഖാൻ യൂനിസിലും റഫേലുമെല്ലാം നാം ഇത് പല തവണ കണ്ടതാണ്. ഇസ്രായേലികളുടെ യുദ്ധക്കൊതിക്ക് മുന്നിൽ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലെന്നതാണ് ഇപ്പോൾ തെളിയുന്നത്. തങ്ങളുടെ വിജയം മാത്രം ലക്ഷ്യമിടുന്ന സയനിസ്റ്റ് ശക്തികൾക്ക് മുന്നിൽ മനുഷ്യൻ ഇല്ല. ഉള്ളത് സ്നൈപ്പർ ഗണ്ണുകളിലും ടാങ്കറുകളിലും സെറ്റ് ചെയ്തു വെക്കുന്ന ടാർഗറ്റുകൾ മാത്രം. രാജ്യത്തുടനീളമുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ 127 കുട്ടികളും 263 സ്ത്രീകളും ഉൾപ്പെടെ ഇതുവരെ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ രാത്രിയും തുടർന്നു. വടക്കൻ ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ബർഗാവി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് സൈനിക ഉദ്യോഗസ്ഥനും ഭാര്യയും 2 പെൺമക്കളും കൊല്ലപ്പെട്ടു. ലബനാനിൽ യുദ്ധം രൂക്ഷമായതോടെ ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത് തുടരുകയാണ്. തെക്കൻ ലബനാനിൽ നിന്ന് സ്വദേശികൾ ഉൾപ്പെടെ 1.2 മില്യണിലേറെ ജനങ്ങളാണ് ഇതുവരെ തങ്ങളുടെ വീടും മറ്റും ഉപേക്ഷിച്ച് പലായനം ചെയ്തതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ലബനാൻ ജനത ആക്രമണം നടക്കാത്ത രാജ്യത്തിന്റെ മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയാണ്. വിവിധയിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് തെക്കൻ ലബനാനിൽ നിന്ന് 30 ഗ്രാമങ്ങൾ കൂടി ഒഴിയാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലബനാനിലുള്ള സ്വന്തം പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. യുദ്ധം രൂക്ഷമായതോടെ ദക്ഷിണ കൊറിയ ലബനാനിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിച്ചു. ദക്ഷിണ കൊറിയ സൈനിക വിഭാഗം ലബനാനിൽ നിന്ന് 97 പൗരന്മാരെയും കുടുംബാംഗങ്ങളെയും ഒഴിപ്പിച്ചതായി രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലബനാനിലെ 3000 പൗരന്മാർക്കായി ബ്രസീൽ എയർഫോഴ്സ് എയർബസ് A330 വിമാനം അയച്ചു. വിമാനം 2 സർവീസുകൾ നടത്തിയാണ് പൗരന്മാരെ ഒഴിപ്പിച്ചത്. 40 മുതൽ 50 വരെ ജപ്പാനീസ് പൗരന്മാരെ ഒഴിപ്പിക്കാൻ ജപ്പാൻ വ്യാഴാഴ്ച 2 C2 സൈനിക ഗതാഗത വിമാനം അയച്ചു. പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ നെതർലാൻഡ്സ് സൈനിക വിമാനം അയച്ചിട്ടുണ്ട്. വിമാനത്തിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയും വിമാനത്തിൽ ഉൾക്കൊള്ളിക്കുമെന്ന് നെതർലാൻഡ്സ് അറിയിച്ചു. പൗരന്മാർക്ക് ലബനനിൽ നിന്ന് പുറത്തുപോകാൻ UK ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അയച്ചിട്ടുണ്ട്. 150-ലധികം ബ്രിട്ടീഷ് പൗരന്മാരും ആശ്രിതരും ബുധനാഴ്ച സർക്കാർ ചാർട്ടേഡ് വിമാനത്തിൽ ബെയ്റൂത്തിൽ നിന്ന് മടങ്ങി. ലബനാനിലെ 400 മുതൽ 500 പൗരന്മാരെ തിരിച്ചയക്കാൻ സ്പെയിൻ 2 സൈനിക വിമാനങ്ങളാണ് അയച്ചത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ബെൽജിയം, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഇറ്റലി, പോളണ്ട്, തുർക്കി, പോർച്ചുഗൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.